മാതൃഭൂമി തൊഴിൽ വാർത്ത 2024 നവംബർ 30 ശനിയാഴ്ച. വോളിയം 33, ഇഷ്യൂ 5-ലെ തൊഴിലവസരങ്ങൾ. ഭാരത് ഇലക്ട്രോണിക്സിൽ 229 എഞ്ചിനീയർ. വിവിധ ട്രേഡുകളിൽ വിഷയങ്ങളിൽ അവസരം. ഓൺലൈനായി അപേക്ഷിക്കണം. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൽ എഞ്ചിനീയർമാരുടെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വിവിധ പ്രോജക്റ്റുകളിലായി 229 ഒഴിവുണ്ട്. ഇതിൽ 177 ഒഴിവ് ബാംഗ്ലൂരിലും മറ്റു ഒഴിവുകളിൽ അബാല, ജോധ്പൂർ, ബിട്ടൻഡ, മുംബൈ, വിശാഖ്, ഗാസിയാബാദ് എന്നിവിടങ്ങളിലുമാണ്. 5 വർഷത്തേക്കുള്ള കരാർ നിയമനമാണ്. 2 വർഷം കൂടി നീട്ടാൻ സാധ്യതയുണ്ട്. ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രിക്കൽ എന്നീ ട്രേഡുകളിൽ വിഷയങ്ങളിലാണ് ഒഴിവ്. വിവിധ കേന്ദ്രങ്ങളിലുള്ള വിഷയം, ട്രേഡ് തിരിച്ചുള്ള ഒഴിവുകൾ അറിയാൻ പട്ടിക കാണുക. പ്രായം 28 കവിയരുത്. SC/ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും OBC NCL വിഭാഗക്കാർക്ക് 3 വർഷത്തെയും ഭിന്നശേഷിക്കാർക്ക് 10 വർഷത്തെയും ഇളവ് ലഭിക്കും. വിമുക്ത ഭടന്മാർക്ക് നിയമാനുസൃതമായ വയസ്സിളവ് ലഭിക്കും. യോഗ്യത: ബന്ധപ്പെട്ട വിഷയത്തിൽ ഫസ്റ്റ് ക്ലാസ്സോടെയുള്ള 4 വർഷത്തെ BE, BTech, BSc എഞ്ചിനീയറിംഗ്. SC/ST ഭിന്നശേഷി വിഭാഗക്കാർക്ക് പാസ് മാർക്ക് മതിയാവും. വിഷയങ്ങൾ: ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ, കമ്മ്യൂണിക്കേഷൻ, ടെലികമ്മ്യൂണിക്കേഷൻ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, മെക്കാട്രോണിക്സ്, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെൻറ്റ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, ഇൻഫർമേഷൻ ടെക്നോളജി, ഇൻഫർമേഷൻ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഡാറ്റാ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. തിരഞ്ഞെടുപ്പ്: കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ നടത്തിയാവും തിരഞ്ഞെടുപ്പ്. ബംഗളൂരുവിലായിരിക്കും പരീക്ഷ നടക്കുക. 85 മാർക്കിനുള്ള പരീക്ഷയിൽ ജനറൽ ആപ്റ്റിറ്റ്യൂഡ്, ടെക്നിക്കൽ ആപ്റ്റിറ്റ്യൂഡ് എന്നിവയെ ആസ്പദമാക്കിയായിരിക്കും ചോദ്യങ്ങൾ. ശമ്പള സ്കെയിൽ 40,000 മുതൽ 1,40,000 രൂപ. അപേക്ഷാ ഫീസ് GST ഉൾപ്പെടെ 472 രൂപ. SC/ST വിഭാഗക്കാർക്കും ഭിന്നശേഷി വിഭാഗക്കാർക്കും വിമുക്ത ഭടന്മാർക്കും ബാധകമല്ല. അപേക്ഷ ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും വെബ്സൈറ്റ് തന്നിട്ടുണ്ട്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഡിസംബർ 10.